ഹലോ സ്റ്റുഡൻസ്, എന്താണ് CMA ആർട്ടിക്കിൾഷിപ്പ്? ഇന്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഫൈനൽ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട 15 മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനെയാണ് ആർട്ടിക്കിൾഷിപ്പ് എന്ന് കോമൺലി പറയപ്പെടുന്നത്. CMA ഇന്ത്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പ് ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ജോബായും ചെയ്യാവുന്നതാണ്. അത് CMA ഇന്ത്യക്ക് മാത്രമുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയാണ്. Your articleship choice depends on what you are planning to do after qualifying CMA. Yes, നിങ്ങൾ ക്വാളിഫൈ ചെയ്തതിനു ശേഷം സെൽഫായി പ്രാക്ടീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങൾ സ്വന്തമായി ഒരു കൺസൾട്ടൻസി ഫേം ഇട്ട് വർക്ക് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ, നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടിന്റെ കീഴിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്താണ് അവിടെ നമുക്ക് പഠിക്കാൻ സാധിക്കുക? ഇൻഡിവിജ്വലി നമ്മൾ എങ്ങനെയാണ് ഒരു ഓഡിറ്റ് സ്വന്തമായി കൈകാര്യം ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യണം, എങ്ങനെയാണ് കോസ്റ്റ് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റുക, എങ്ങനെയാണ് പ്രോഫിറ്റ് നമുക്ക് കൂട്ടാൻ പറ്റുക, എങ്ങനെയാണ് ടാക്സ് കൃത്യമായി അടയ്ക്കേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഒരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടിന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ ലഭിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്കൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാമെന്നുള്ളത്. മൾട്ടിനാഷണൽ കമ്പനികളിൽ, അതുപോലെ ബിഗ് ഫോറിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ ജോബ് ഓപ്ഷനും ചൂസ് ചെയ്യാം. അപ്പോഴെന്താണ് ഗുണം? നമ്മളൊരു പർട്ടിക്കുലർ മേഖലയിൽ ഒന്നുകൂടെ വളരെ നല്ല രീതിയിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആവും. ഫോർ എക്സാമ്പിൾ, ഞാൻ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള ഫീൽഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ കോസ്റ്റ് അക്കൗണ്ടിങ് മേഖലയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, ആ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ കൃത്യമായിട്ട് പഠിക്കും. അല്ല എങ്കിൽ ടാക്സേഷൻ റിലേറ്റഡ് കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് കാര്യങ്ങളാവാം, മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങളാവാം. അപ്പം നമ്മൾ ഏത് മേഖല ചൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളും അത് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണമെന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുവഴി നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ആ പാത്ത് ചൂസ് ചെയ്ത് വലിയ വലിയ പാക്കേജുകളിലേക്ക് എത്താൻ സാധിക്കും. പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്ത് ഫൈനൽ ക്വാളിഫൈ ചെയ്യുന്നതിന് മുമ്പ് ഈ 15 മന്ത്സ് പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്തിനാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ 15 മന്ത്സ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ നിങ്ങൾ തിയറിറ്റിക്കൽ ആസ്പെക്റ്റ് മാത്രമല്ല പഠിക്കുന്നത്, ഈ തിയറിയിൽ പഠിച്ച കാര്യം എങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യണം എന്നുകൂടെ നമ്മൾ പഠിക്കുകയാണ്. കൂടാതെ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ, നമ്മളൊരു കമ്പനി ജോബിന് വച്ചു കഴിഞ്ഞാൽ, എനിക്ക് അവിടെ കൃത്യമായി വർക്ക് ചെയ്യാനുള്ള എഫിഷ്യൻസി ഉണ്ട് എന്ന് കമ്പനിക്ക് ബോധ്യമാവണ്ടേ? അതിനും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി ആർട്ടിക്കിൾഷിപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു കഴിവ്, എങ്ങനെയാണ് ആ തിയറിറ്റിക്കൽ അപ്രോച്ചിനെ നമ്മൾ എങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അതുവഴി നിങ്ങളൊരു ഫ്യൂച്ചർ റെഡി പ്രൊഫഷണൽ ആക്കാനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, നിങ്ങൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈപ്പൻഡ് ക്രൈറ്റീരിയ ഉണ്ട്. അത് 15,000 മുതൽ 25,000 വരെ വരും ഫസ്റ്റ് ഇയറിൽ. അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ലൊക്കേഷൻ. അപ്പോൾ ഈ ഒരു 15 മന്ത്സ് നിങ്ങൾ വളരെ എഫക്റ്റീവായും എഫിഷ്യൻ്റായും യൂസ് ചെയ്താൽ നിങ്ങളുടെ കരിയറിലെ ഒരു മേജർ ചേഞ്ചിന് തന്നെ കാരണമാവുന്ന ഒരു 15 മന്ത്സ് ആയിരിക്കും ഈ ഒരു ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത്. ഓൾ ദി ബെസ്റ്റ്.